ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പണത്തെ ആരാധിക്കുന്നവനെ പണം പിശാചിനെ പോലെ വേട്ടയാടും. ബഹുമാനപ്പെട്ട വിധികർത്താക്കളെ, എൻ്റെ പ്രിയ കൂട്ടുകാരി, ഇന്നത്തെ എൻ്റെ പ്രസംഗ വിഷയം പണത്തിൽ കുറഞ്ഞാലും പുണ്യത്തിൽ കുറയരുത് എന്നതാണ്. ദൈവജനത്തെ വിശ്വാസത്തിലേക്കും ആധ്യാത്മികതയിലേക്കും നയിക്കുവാൻ ദൈവം ചില വ്യക്തികളെ പ്രത്യേകമായി തിരഞ്ഞെടുക്കുന്നു. അവർ ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവരാണ്. ആ ഛായയ്ക്ക് കോട്ടം തട്ടാതെ നിലനിർത്താൻ അവർക്ക് കടമയുണ്ട്. ആ കടമ സ്വീകരിച്ച കേരള സഭയുടെ മുത്താണ് വിശുദ്ധ എവുപ്രാസിയമ്മ. ദൈവസ്നേഹം മനുഷ്യ സമൂഹത്തിലേക്ക് ചാലിട്ടൊഴുക്കുവാൻ ഏറെ ശ്രദ്ധിച്ച് എവുപ്രാസിയമ്മ തൃശൂർ ചേർപ്പുകാരൻ്റെ പുണ്യപ്പെട്ട കന്യാസ്ത്രീയാണ്. ചലിക്കുന്ന സക്രാരിയാണ്. എഴുത്തുകാരനായ വിനോദ് നാരായണൻ പറയുന്നു, അമ്മ നിർമ്മല ഹൃദയത്തിൻ്റെ ഉടമയാണ്. ആ അമ്മ ദൈവത്തെ കണ്ടു. കാരണം ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് ദൈവത്തെ കാണാൻ സാധിക്കുകയുള്ളൂ. പ്രാർത്ഥിക്കുന്ന അമ്മ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടിരുന്ന ആ അമ്മ സന്യാസത്തിൽ പ്രവേശിച്ചപ്പോൾ മുതൽ സഹനങ്ങളും രോഗങ്ങളും ക്ലേശങ്ങളും ദോഷങ്ങളും കൊണ്ട് വളരെ ഏറെ അലട്ടിയിരുന്നു. അപ്പോഴെല്ലാം എളിമയോടെ ജീവിക്കുവാനും കർത്താവ് നൽകിയ ആത്മീയ ഫലങ്ങൾ സന്തോഷപൂർവം മറ്റുള്ളവരുടെ നന്മയ്ക്കായി ചിലവഴിക്കുവാനും അമ്മ വളരെയേറെ ശ്രദ്ധിച്ചിരുന്നു. തൻ്റെ കുടുംബത്തിലെ സമ്പത്തെല്ലാം നഷ്ടപ്പെട്ട് വേദനയോടെ തന്നെ കാണാൻ വന്ന തൻ്റെ സഹോദരനോട് അമ്മ ഇങ്ങനെ പറഞ്ഞു, പണത്തിൽ കുറഞ്ഞാലും പുണ്യത്തിൽ കുറയരുത്. അതെ, പണത്തിനല്ല നാം പ്രാധാന്യം നൽകേണ്ടത്. അത് വെറും ഒരു കടലാസാണ്. ആ പണം കൊണ്ട് നീ ഈ ലോകം മുഴുവൻ നേടിയാലും നിന്റെ ജീവൻ നഷ്ടപ്പെട്ടാൽ പിന്നെ നിനക്ക് എന്ത് പ്രയോജനം? നീ ഉണ്ടാക്കിയതെല്ലാം മറ്റുള്ളവർ സ്വന്തമാക്കും. ചിലപ്പോൾ അവർ തമ്മിൽ തല്ലും. പക്ഷേ നീ നന്മ പ്രവൃത്തികളാണ് ചെയ്യുന്നതെങ്കിൽ അത് എന്നേക്കുമായി നിലനിൽക്കും. ഒറ്റ രാത്രി കൊണ്ട് വീടുകൾ, കുടുംബങ്ങൾ, സഹോദരങ്ങൾ, അയൽക്കാർ, സ്വത്തുക്കൾ എല്ലാം നഷ്ടപ്പെട്ടു പോയ വയനാട്ടിലെ ദുരന്തം നമ്മുടെ കൺമുമ്പിലുണ്ട്. എന്നിട്ടും പണത്തിന് പിന്നാലെ പോകുന്നതിനാണ് നമുക്ക് ഏറെ പ്രിയം. ഇത് എന്തുകൊണ്ട് നാം വളരെയേറെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. സാധാരണക്കാരായി ജനിച്ച് പുണ്യപ്രവർത്തികൾ ചെയ്ത് ജീവിച്ചതിനാലാണ് വിശുദ്ധർ ഇന്നും സ്മരിക്കപ്പെടുന്നത്, ബഹുമാനിക്കപ്പെടുന്നത്. അതെ, പുണ്യപ്രവർത്തികൾ മാത്രമേ എന്നും നിലനിൽക്കൂ. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നാം വളർത്തി വരുത്തേണ്ട ശീലം പുണ്യപ്രവർത്തികൾ ചെയ്യുക എന്ന ശീലം തന്നെയാണ്. അത് ചിലപ്പോൾ സഹോദര സ്നേഹത്തിലൂടെയാകാം, ചിലപ്പോൾ മറ്റുള്ളവരെ സഹായിക്കുന്നതിലൂടെയാകാം. ഈ എളിയ സഹോദരർക്ക് നീ ചെയ്തു കൊടുത്തപ്പോഴെല്ലാം ഈശോയ്ക്ക് തന്നെയാണ് ചെയ്തത് എന്ന തിരുവചനത്തിന്റെ പൊരുൾ നാം എപ്പോഴും ഓർക്കണം. ആ ഈശോയായിരിക്കണം നമ്മുടെ യഥാർത്ഥ സമ്പത്ത്. അങ്ങനെ നമ്മുടെ ആർഭാട ജീവിതം നമുക്ക് ഒഴിവാക്കാം. പകരം മറ്റുള്ളവരെ ബഹുമാനിക്കാം. നമ്മുടെ ദുരഭിമാനം നമുക്കില്ലാതാക്കാം. പകരം മറ്റുള്ളവരെ സഹായിക്കാം, അവരെ കേൾക്കാം. ഈശോയോടൊപ്പം നമുക്ക് വസിക്കാം. അങ്ങനെ ഒരു നല്ല ക്രിസ്തീയ കുടുംബ ജീവിതം നമുക്ക് നയിക്കാം. അമ്മ പറയുന്നത് പോലെ നിഗളം കൊണ്ട് പിശാചുക്കൾ ഇറങ്ങിപ്പോയ ആകാശത്തേക്ക് എളിമ എന്ന പുണ്യം വഴി നമുക്ക് കയറിപ്പോകാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ജയ് ക്രൈസ്റ്റ്.